നമ്മുടെ മിക്സിലും പ്രൊഡക്ഷൻസിലൊക്കെ ഉണ്ടാകുന്ന കോമൺ മിസ്റ്റേക്സാണ് നമ്മൾ ഈ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ പാർട്ട് 2 ഡൈനാമിക്സ്. സോ ഡൈനാമിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ലൗഡ്നെസ്സിലുണ്ടാകുന്ന ചേഞ്ചസ്, ക്വയറ്റായിട്ടുള്ളതും ലൗഡായിട്ടുണ്ടാകുന്ന ചേഞ്ചസ്. സോ ഡൈനാമിക്സ് 2 തരത്തിലുണ്ട്. മാക്രോ ഡൈനാമിക്സ് ഒന്നും മൈക്രോ ഡൈനാമിക്സും. മാക്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോങ്ങിൽ ത്രൂ ഔട്ട് ഉണ്ടാകുന്ന വലിയ ചേഞ്ചസുകൾ. ഇപ്പോൾ ക്വയറ്റായിട്ടുള്ള വേഴ്സിൽ നിന്ന് ലൗഡായിട്ടുള്ള കോറസിലേക്ക് വരുന്ന ചേഞ്ച്, അല്ലെങ്കിൽ ലൗഡായിട്ടുള്ള കോറസിൽ നിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജിലേക്ക് വരുന്ന ചേഞ്ച്, അങ്ങനത്തെയൊക്കെ ചേഞ്ചസാണ് മാക്രോ ഡൈനാമിക്സ്. മൈക്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഉണ്ടാകുന്ന ലൗഡ്നെസ്സിലുണ്ടാകുന്ന ഡിഫറൻസുകൾ. ഇപ്പോൾ ഒരു വോക്കൽ പെർഫോമൻസിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്വയറ്റായിട്ടുള്ള നോട്ടും ഒരു ലൗഡായിട്ടുള്ള നോട്ടും അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ ആ ഡൈനാമിക്സിനെയാണ് മൈക്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ ഈ മൈക്രോ ഡൈനാമിക്സിൽ സ്ഥിരം കാണുന്ന ചില മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിങ് റിലേറ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ കംപ്രഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക. സോ സ്ഥിരം കാണുന്ന ഇഷ്യൂസ് ഇപ്പോൾ ഓവർ കംപ്രഷൻ, അല്ലെങ്കിൽ ആവശ്യത്തിന് കംപ്രഷൻ ഇല്ലാണ്ടിരിക്കുക, അതിനെന്താ പറയുക, അണ്ടർ കംപ്രഷനാണ്. പിന്നെ ടൈമിങ്ങിലുണ്ടാകുന്ന ഇഷ്യൂസ്, അറ്റാക്ക് റിലീസ് ടൈമിങ്, ഇങ്ങനെ കംപ്രസർ റിലേറ്റഡ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അധികം ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുക ഈ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബിഗിനർ പ്രൊഡ്യൂസേഴ്സ്, അങ്ങനത്തെവർക്കാണ് ഈ പ്രശ്നങ്ങൾ അധികം ഉണ്ടാവുക. തുടക്കക്കാർക്ക് ഈ എന്താണ് കംപ്രഷൻ ആക്ച്വലി നടക്കണമെന്ന് മനസ്സിലാവാത്ത ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ കംപ്രഷൻ എഫക്റ്റ് ആക്ച്വലി കേൾക്കാൻ പറ്റാത്ത ഇഷ്യൂ. അതേപോലെ എപ്പോൾ കംപ്രസ് ചെയ്യണം, എപ്പോൾ കംപ്രസ് ചെയ്യണ്ട, അതേപോലെ എത്രത്തോളം കംപ്രസ് ചെയ്യണം, കൂടുതൽ എപ്പോൾ കംപ്രസ് ചെയ്യണം, കുറച്ച് കംപ്രസ് ചെയ്യണം എപ്പോഴാന്നുള്ള ആ ഡിഫറൻസുകൾ മനസ്സിലാവാത്തതുകൊണ്ടുള്ള ഇഷ്യൂ ആണ്. സോ അതിനുള്ള ചില തരികിട ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോക്കൽ, അതേമാതിരി ഡ്രംസ്, അക്കോസ്റ്റിക് ഗിറ്റാർ, ഇങ്ങനത്തെയൊക്കെ എലമെൻറ്റ്സിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഒബ്വിയസ് ആയിട്ട് ഈ മിസ്റ്റേക്സ് മനസ്സിലാവുക. സോ ഇത് ടാക്കിൾ ചെയ്യാനുള്ള ചില സിമ്പിൾ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം, ബിഗിനേഴ്സിന് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. സോ ഒന്നാമത്തെ കാര്യം, വേവ് ഫോം നോക്കുക. നിങ്ങളുടെ ഇപ്പോൾ വോക്കൽ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വോക്കലിൻ്റെ ആ വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ലൗഡായിട്ടുള്ള നോട്ടുകളുണ്ടാവും, കുഞ്ഞി ക്വയറ്റായിട്ടുള്ള നോട്ടുകളും ഉണ്ടാവും. ഇപ്പോൾ ക്വയറ്റായിട്ടുള്ള ഭാഗം, ഇപ്പോൾ ഒരു ക്വയറ്റായിട്ടുള്ളൊരു വേഴ്സിനകത്താണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഭാഗത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് ഇടയ്ക്ക് ചില വേർഡുകളോ അല്ലെങ്കിൽ ഫ്രേസുകളൊക്കെ ഭയങ്കര ലൗഡായിട്ട് അങ്ങനെ മുള്ളുമാരിയൊക്കെ ഭയങ്കര ട്രാൻസിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കും. ഇപ്പോൾ ക്വയറ്റായിട്ടുള്ള വേഴ്സ് ലൗഡായിട്ട് ഓപ്പണായിട്ട് പാടുന്ന കോറസ്, അങ്ങനത്തെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, അത് ആ പെർഫോമൻസിൻ്റെ പാർട്ടാണ്. സോ ഈ വേവ് ഫോമിൽ തന്നെ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റുന്നൊരു, ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗെയിൻ ഓട്ടോമേഷൻ അല്ലെങ്കിൽ വോളിയം ഓട്ടോമേഷൻ വെച്ചിട്ട് ആ വേവ് ഫോം തന്നെ അത് ഫിക്സ് ചെയ്യണതാണ്. ഇപ്പോൾ കോറസിനകത്ത് ഓപ്പണായിട്ട് പാടുന്ന അത് കൊണ്ടുപോയിട്ട് വേഴ്സിൻ്റെ അതേ ലെവലിലാക്കരുത്. ഈ ഇടയിലുള്ള, ഇപ്പോൾ വേഴ്സിൻ്റെ ഇടയിൽ തന്നെ ചില ഇതേപോലെ ഇറഗുലാരിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വോളിയം ഓട്ടോമേഷനോ അല്ലെങ്കിൽ ക്ലിക്ക് ഗെയിനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അത് അവിടെ തന്നെ മാനേജ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. ഇനി പറഞ്ഞാൽ തന്നെ ഈ പെർഫോമൻസിനകത്ത് ഉണ്ടാകുന്ന ലൗഡായിട്ട് ഓപ്പണായിട്ട് പാടണമെന്നൊന്നും ഒരിക്കലും ക്വയറ്റായിട്ടുള്ള അതേ ലെവലിലേക്ക് കൊണ്ട് ആക്കരുത്, ഓട്ടോമേറ്റ് ചെയ്തിട്ട്. പിന്നെ കംപ്രഷൻ എത്രത്തോളം വേണം, അല്ലെങ്കിൽ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാനൊരു നൈസ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഹെഡ്ഫോൺസിലാണ് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺസ് ഒഴിവാക്കുക, എന്നിട്ട് സ്പീക്കറിലേക്ക് പ്ലേ ചെയ്യുക. ഇപ്പോൾ വലിയ സ്റ്റുഡിയോ മോണിറ്ററൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ലാപ്ടോപ്പിൻ്റെ സ്പീക്കറോ അല്ലെങ്കിൽ മറ്റേ ഡെസ്ക്ടോപ്പിൻ്റെ ക്രാപ്പി സ്പീക്കർ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് പ്ലേ ചെയ്യുക. എന്നിട്ട് വോളിയം ഭയങ്കരമായിട്ട് കുറയ്ക്കുക. നല്ലപോലെ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ലെവലിൽ സംസാരിക്കുമ്പോൾ അത് മര്യാദയ്ക്ക് മനസ്സിലാവരുത്, അങ്ങനത്തെ അത്രയും ക്വയറ്റായിട്ട് കുറയ്ക്കുക. ഭയങ്കര കുറച്ചിട്ട് ഒന്നും മനസ്സിലാകാത്ത അങ്ങനത്തെ ലെവലിലല്ല, ബെയർലി കേൾക്കുന്ന ലെവലിൽ ഇടുക. എന്നിട്ട് നിങ്ങൾ ബാലൻസ് കഴിഞ്ഞതിന് ശേഷം വേണം അങ്ങനെ ചെയ്യാൻ. എന്നിട്ട് കേട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളെ വോക്കലായിരിക്കുമല്ലോ നമ്മളുടെ മിക്കവാറും ജോണറിൽ ക്ലിയറായിട്ട് കേൾക്കേണ്ട സാധനം. എന്നിട്ട് ആ വോക്കൽ ക്ലീനായിട്ട് എല്ലാ ഫ്രേസും എല്ലാ വേർഡുകളും കേൾക്കൊണ്ട് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ബാലൻസ് അവിടെ തന്നെ ചെയ്യുക. ഇൻസ്ട്രുമെൻസിൻ്റെ ഇടയിൽ ഇൻസ്ട്രുമെൻസിൻ്റെ ലെവൽ നോക്കിയിട്ട് തന്നെ അവിടെ ബാലൻസ് ചെയ്യുക.
എല്ലാ വാക്കുകളും എല്ലാ ഫ്രേസുകളെല്ലാം കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വല്ലാണ്ട് കംപ്രസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി ഭയങ്കര ബിസി മിക്സാണ്, അതിൻ്റെ ഇടയിൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ വോക്കലിങ്ങനെ തലട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഹെവി ആയിട്ട് കംപ്രസ് ചെയ്യേണ്ടി വരും. ഇത് അത്ര നല്ല അഡ്വൈസൊന്നുമല്ല. ഞാൻ തുടക്കക്കാർക്ക് ഇതൊരു കംപ്രസ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാനുള്ളൊരു ഐഡിയയാണ്. പിന്നെ ഈ ടൈമിങ് ഇഷ്യൂസ് വരും. അറ്റാക്ക് റിലീസ് ടൈം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഇഷ്യൂസ്. ഇപ്പോൾ അധികവും അറ്റാക്ക് ടൈം ഭയങ്കര ഫാസ്റ്റായി കഴിഞ്ഞാൽ ഈ ചില ട്രാൻസിയൻസ് കൂടിയ വാക്കുകൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡക്ക് ചെയ്ത് പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാ സ പ അങ്ങനത്തെ വാക്കുകൾ ഇങ്ങനെ വിഴുങ്ങിപ്പോവും ഓവറായിട്ട് അറ്റാക്കുള്ള കംപ്രസർ യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ കൂടുതൽ അറ്റാക്ക് ടൈം ഭയങ്കര ഷോർട്ടാക്കി കഴിഞ്ഞാൽ. സോ അങ്ങനത്തെ ഇഷ്യൂസും സ്ഥിരം കേൾക്കലുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് റിലീസ് ടൈം മര്യാദയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ വാല്യൂ ഒന്നും പറയണില്ല. അപ്പോൾ 20 മില്ലി സെക്കൻഡ് ടു 100 മില്ലി സെക്കൻഡ് അങ്ങനെ വാല്യൂ പറഞ്ഞിട്ട് കാര്യമില്ല. വേറൊരു തരികയുടെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ ഗെയിൻ റിഡക്ഷൻ്റെ മീറ്റർ ഉണ്ടാവുമല്ലോ, നീഡിലല്ലെങ്കിൽ ഈ LED പോലത്തെ മീറ്ററിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കംപ്രസേഴ്സിനും ഓരോ മാതിരി ഉണ്ടാവും. സോ ആ മീറ്റർ ഗെയിൻ റിഡക്ഷൻ്റെ മീറ്ററിൻ്റെ സ്പീഡ് ഏകദേശം ഒരു അധികം അഗ്രസീവ് അല്ലാത്തൊരു ജോണറിൽ, ഇപ്പോൾ ഒരു മെലോഡിക് വോക്കലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് ഞാൻ തരികിട ഐഡിയ ആണ്, എന്നാലും ഒരു ബേസ് ലൈൻ കിട്ടാൻ വേണ്ടി ഞാൻ പറയണ ഇത് നീഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീഡിലിരിക്കണം കംപ്രസ് ചെയ്യേണ്ടത്. ഇങ്ങനെ പിന്നെ ഇപ്പം നിങ്ങളെ നീഡിലിങ്ങനെ വോക്കൽ കംപ്രസ് ചെയ്യണ നേരത്ത് ഇങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും ജോണറുകളിൽ അത് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. ഈ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്രാബ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ സാപ്പ അങ്ങനത്തെയൊക്കെ അക്ഷരങ്ങൾ ഭയങ്കരമായിട്ട് ഗ്രാബ് ചെയ്യും, അത് ക്ലാരിറ്റി കിട്ടൂല. അപ്പോൾ ഒരു ആവറേജ് കേസിൽ പറയണതാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് മിക്സ് ചെയ്തിട്ടാ. ഞാൻ ബിഗിനേഴ്സിന് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടൊരു ബേസ് ലൈൻ ഐഡിയ, ഞങ്ങൾ കൂടുതൽ കംപ്രസർ യൂസ് ചെയ്ത് പഠിക്കുക വേണ്ട, എന്നാലും ഒരു ഐഡിയ എന്നുള്ള ലെവലിൽ ഞാൻ പറയുന്നത് കംപ്രസർ ഇങ്ങനെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ മൂവ് ചെയ്യണതായിരിക്കും വോക്കലിന് ഏറ്റവും ആപ്റ്റായിട്ടുണ്ടാവുക. ഞാനൊരു വീഡിയോയിൽ ഇത് ക്ലിയറായിട്ട് വോക്കൽ കംപ്രഷനും കാര്യങ്ങളും ഈ അറ്റാക്ക് റിലീസ് ടൈമിങ്ങിൻ്റെ ഇതൊക്കെ ഞാൻ പ്ലഗിൻ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ സീനായതുകൊണ്ടാണ് ഈ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ടാണ് ഞാൻ ഈ ടോക്കിംഗ് വീഡിയോ ചെയ്യണം അധികവും. പിന്നെ മാക്രോ ഡൈനാമിക്സിൻ്റെ പ്രശ്നം എന്നുള്ളതിനെക്കാട്ടും നല്ല അത് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രൊഡക്ഷനിലും പറയാം, മിക്സിലും പറയാം, വേണമെങ്കിൽ മാസ്റ്ററിലും പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോ ഡൈനാമിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മളുടെ സോങ്ങിൻ്റെ ത്രൂ ഔട്ട് വരുന്ന ലൗഡ് ആൻഡ് സോഫ്റ്റ് പോർഷൻസിൻ്റെ ഒക്കെ വരുന്ന ആ ചേഞ്ചസാണ്. ഇപ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ഒരേ ഡൈനാമിക്സിൽ ട്രാക്ക് പോയി കഴിഞ്ഞാൽ ചില സമയത്തേ വർക്ക് ചെയ്യുള്ളൂ. മോസ്റ്റ് ഓഫ് ദ കേസിൽ അത് വലിയ വർക്കാവില്ല, ഒരേ ഡൈനാമിക്സിൽ പോയി കഴിഞ്ഞാൽ ബോറാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ബിൽഡ് ചെയ്യണത്. അതേമാതിരി ഇപ്പോൾ സോഫ്റ്റായിട്ട് ഡ്രംസ് വേഴ്സിൽ വായിക്കുന്നത് കോറസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഹാർഡായിട്ട് ഒരുപാട് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ഡൈനാമിക്സ് കൂട്ടുക, അല്ലെങ്കിൽ ഹാർഡായിട്ട് പ്ലേ ചെയ്തിട്ട് ഡൈനാമിക്സ് കൂട്ടുക. അതേമാതിരി സിംഗിൾ മോണോ ഗിറ്റാർ വേഴ്സിൽ കൊണ്ടുവന്നിട്ട് പ്രീ കോറസ് ആകുമ്പോൾ എഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഡൈനാമിക്സിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റീവ് ആവും പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ. മിക്സിൻ്റെ കാര്യത്തിൽ അത് ഓട്ടോമേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രംസിലുണ്ടാകുന്ന ഇതേമാതിരത്തെ ഡൈനാമിക് ചേഞ്ചസ് നമുക്ക് ഒന്നെങ്കിൽ ഹൈ കട്ടിൽ EQ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വോളിയം ഓട്ടോമേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റെം കിട്ടിയതിൽ വേഴ്സും കോറസൊക്കെ ഒരേ ലെവലിലാണ് ഡ്രംസിൻ്റെ ഡൈനാമിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവറോൾ ഡ്രംസിൻ്റെ മിക്സ് എടുത്തിട്ട് വേഴ്സിൽ കുറച്ച് കോറസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഫുൾ വോളിയത്തിൽ പ്ലേ ചെയ്യുക, അങ്ങനെയൊക്കെ ഡൈനാമിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡ്രംസിൽ മാത്രമല്ല ഏത് എലമെൻസിലായാലും. അങ്ങനെ മാക്രോ ഡൈനാമിക്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മിക്സ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. അതേമാതിരി ഈവൻ മാസ്റ്ററിങ്ങിലും വേണമെങ്കിൽ സെയിം പരിപാടികൾ ചെയ്യുക. ഇപ്പോൾ ഈ ഇലക്ട്രോണിക് മ്യൂസിക്കിൽ ഈ EDM ഡാൻസ് മ്യൂസിക്കിലൊക്കെ സ്ഥിരം ചെയ്യണത് ഒരു ബിൽഡപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ബിൽഡപ്പ് നിന്ന് ആ ഡ്രോപ്പിലേക്ക് എത്തുന്ന വരെ ഇങ്ങനെ ഒരു 1 or 2 dB ഇങ്ങനെ കുറച്ചിട്ട് പെട്ടെന്ന് ആ ഡ്രോപ്പിൽ
ഫുൾ 0 dBയിലേക്ക് മാറ്റും. അപ്പോൾ ആ ഇമ്പാക്റ്റ് കുറച്ചും കൂടി കൂടും. ഇപ്പോൾ EDM തന്നെ ആവണമെന്നില്ല, ഇപ്പോൾ എല്ലാ സോങ്ങുകളിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇമ്പാക്റ്റ് കൂടിയ സ്ഥലത്തിലേക്ക് നമുക്ക് ഇങ്ങനെ സ്ലോലി 1 or 2 dB മാക്സിമം ഇതേമാതിരി ഓട്ടോമേറ്റ് ചെയ്തിട്ട് ആ ഇമ്പാക്റ്റ് കൂടുതൽ എഫക്റ്റീവായിട്ട് ഉണ്ടാക്കാനും പറ്റും. സോ അങ്ങനെ മാക്രോ ഡൈനാമിക്സുകൾ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് സോങ്ങുകൾ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. സോ അതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ഈ ഡൈനാമിക്സ് ഇഷ്യൂസ്. ഒന്ന് കുറച്ചും കൂടി ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഒരു ബെറ്റർ ആക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ മാക്രോ ഡൈനാമിക്സിൻ്റെ കാര്യം. മറ്റേത് കംപ്രഷൻ ഇഷ്യൂസ് ആക്ച്വലി ഈ ഒരു പ്രശ്നമായിട്ട് തന്നെ ഒരുപാട് കാണുന്നതാണ്. അതിൻ്റെ വീഡിയോ വരും ഹോപ്പ്ഫുള്ളി. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ്.